ഈ സമരകാഹളത്തിൻ്റെ അധ്യക്ഷൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ OJ ജനീഷ് അവർ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഇനിയൊരു പരിചയപ്പെടുത്തലിൻ്റെയും മുഖവരയില്ലാത്ത പ്രിയപ്പെട്ട നേതാവ് ശ്രീ BV ശ്രീനിവാസ് ജി, ഏറെ ബഹുമാനായ ശ്രീ T സിദ്ദിഖ് MLA അവർ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബിനു ചുളിയിൽ, പ്രിയപ്പെട്ട ജിൻഷാദ്, മറ്റ് പ്രിയപ്പെട്ട ശ്രീ R ഷഹീൻ ഉൾപ്പെടെ ശ്രീ ജോമോൻ ജോസ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ നേതാക്കളെയും, അതിനപ്പുറത്തേക്ക് വേദിയിലും സദസ്സിലും പ്രൗഢോജ്വലമായി ഒരു റാലിയോടുകൂടി ഈ സമരകാഹളത്തിൻ്റെ ഭാഗമായ നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്യുക. നേതാക്കൾ സമകാലിക വിഷയങ്ങളെയെല്ലാം കൃത്യമായി ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനിയൊരു കാര്യവും നമ്മളുടെ മുൻപിൽ സംസാരിക്കാനില്ല, എല്ലാം നേതാക്കൾ പറഞ്ഞു. നമുക്കറിയാം, ഇന്ത്യയെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിച്ച ഒരു വൈറസായി സംഘപരിവാറും നരേന്ദ്രമോദിയും മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ സമരകാഹളം നടക്കുന്നത് സംഘപരിവാറിന്റെയും നരേന്ദ്രമോദിയുടെയും ഭരണത്തിനെതിരാണെന്ന് ഈ നാട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നാടിനെ സംഘപരിവാർ എന്താണോ ഇന്ത്യയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, സമാനമായി കേരളത്തിൽ അതിന്റെ തനിയാവർത്തനം നമ്മൾ കാണുമ്പോൾ ചുവപ്പേതാണ് കാവ്യേതാണെന്ന് പോലും അറിയാൻ സാധിക്കാത്ത രീതിയിൽ കേരളത്തിലെ CPM-നെ RSSന്റെ കാൽക്കീഴിലേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കൊണ്ടുചെന്ന് വെക്കുമ്പോൾ, അത് ഈ നാടിന്റെ മതനിരപേക്ഷതയെ കൂടി തകർക്കാൻ CPM കൂടി കൂട്ടുനിൽക്കുമ്പോൾ, നമ്മൾ ഈ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് CPM-ന് ഈ കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നത് തന്നെയാണ്. ഒരു ഭാഗത്ത് വർഷാവർഷം 2 കോടി തൊഴിലവസരങ്ങൾ നമ്മൾക്ക് നൽകാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയും കൂട്ടരും 10 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തിന്റെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന തൊഴിലിടങ്ങൾ ഇല്ലാതാക്കി മുന്നോട്ട് പോകുമ്പോൾ, തൊഴിലന്വേഷകർ വെറും തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ, ഉണ്ടായിരുന്ന തൊഴിലുകളെല്ലാം നമ്മൾക്ക് നഷ്ടപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, തൊഴിലില്ലായ്മയ്ക്കെതിരെയാണ് ഈ സമരകാഹളത്തിന്റെ ശബ്ദം മുഴങ്ങുന്നത്. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയെങ്കിലും കേരളത്തിൽ നമ്മളുടെ കഴിഞ്ഞ 9.5 വർഷക്കാലമായി ചെറുപ്പക്കാരന്റെ തൊഴിലെന്ന സ്വപ്നത്തെ ഇല്ലാതാക്കിയതാ നോക്ക്. കഴിഞ്ഞ ആഴ്ചയും ഈ നാട്ടിൽ പിൻവാതിൽ നിയമനത്തിനുള്ള പുതിയ ഉത്തരവുകൾ ഇറക്കുമ്പോൾ, ഈ നാട്ടിൽ പിൻവാതിൽ നിയമനങ്ങളിലൂടെ ചെറുപ്പക്കാരന്റെ സ്വപ്നം ഇല്ലാതാക്കാമെന്ന് നരേന്ദ്രമോദിയും പിണറായി വിജയനും സ്വപ്നം കാണുമ്പോൾ, അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അത്തരം യുവജന വിരുദ്ധതയ്ക്കെതിരെയാണ് ഈ സമരകാഹളം ഇവിടെ നടക്കുന്നത്. നേരത്തെ നേതാക്കൾ സൂചിപ്പിച്ചു, ഇത് കേവലം ഇന്ന് ഒരു സമരമായി പ്രഖ്യാപിച്ച സമരം നടത്തി സമരകാഹളത്തിലൂടെ അവസാനിക്കുന്ന സമരമല്ല. ഈ സമരം എന്ന് പറയുന്നത് ഈ നാട് കാണാൻ, നാട് കാത്തിരിക്കുന്ന, നാട്ടിലെ ഓരോ മനുഷ്യരും കാത്തിരിക്കുന്ന ഭരണമാറ്റം എന്ന മുദ്രാവാക്യം മുഴക്കി നമ്മൾ നടത്തുന്ന സമരങ്ങളുടെ തുടർച്ചയാണ്. ഇവിടെ ഈ രാജ്യത്തിന്റെ പട്ടിണി മാറ്റാൻ, പാവപ്പെട്ടവന്റെ വിശപ്പടക്കാൻ എന്റെയും നിങ്ങളുടെയും അമ്മയും ഉമ്മയും പെങ്ങന്മാരും ഈ നാടിന്റെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഈ നാടിന്റെ കൃഷിയിടങ്ങളിലേക്ക്, പണിസ്ഥലങ്ങളിലേക്ക് കടന്നുപോയ ഇന്നലകളെ ഇല്ലാതാക്കാൻ ഈ സംഘപരിവാറും BJP-യും നരേന്ദ്രമോദിയും ശ്രമിക്കുമ്പോൾ, മഹാത്മാഗാന്ധിയുടെ പേരിനെ ഇല്ലാതാക്കാൻ, മായ്ച്ചു കളയാൻ ഇവർ ശ്രമിക്കുമ്പോൾ, അതൊക്കെ ഇവരുടെ വ്യാമോഹമാണ് എന്ന് തെളിയിക്കാൻ ഈ നാട് കാത്തിരിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട്, സംഘപരിവാറിനൊത്ത് കേരളത്തിലെ CPM മുന്നോട്ട് പോകുമ്പോൾ കേവലം കോൺഗ്രസ്സുകാരനോ യൂത്ത് കോൺഗ്രസ്സുകാരനോ അല്ല CPM-നെതിരെയുള്ള ഈ ആരോപണം ഉന്നയിക്കുന്നത്. നിങ്ങൾ സമരത്തിന് പോകുമ്പോൾ, പ്രിയപ്പെട്ട DYFI-ക്കാരെ, പ്രിയപ്പെട്ട SFI-ക്കാരെ, നിങ്ങൾ സമരത്തിന് പോകുമ്പോൾ മുണ്ടുടുക്കല്ലേ എന്ന് പറയുന്നത് നമ്മളല്ല. കഴിഞ്ഞ മാസമാണ് PM ശ്രീയിലൂടെ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങളെ സംഘപരിവാറിന്റെ കാൽക്കീഴിലേക്ക് ഈ CPM കൊണ്ടുപോകുമ്പോൾ, CPM-കാരോട്, SFI-ക്കാരോട്, DYFI-ക്കാരോട് നിങ്ങൾ മുണ്ടുടുക്കല്ലേ എന്ന് പറയുന്നത് അത് AIYF-ന്റെ നേതാക്കളാണ്. നിങ്ങൾ മുണ്ടുടുത്താൽ സമരങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് മുണ്ട് മടക്കി കുത്തേണ്ടി വരുമെന്ന് പറയുന്നത് ഈ നാട്ടിലെ AIYF-കാരനാണ്, സ്വന്തം മുന്നണിയിലെ CPI-ക്കാരനാണ്. ഈ CPM-കാരനോട്, DYFI-ക്കാരനോട്, SFI-ക്കാരനോട് സമരത്തിന് പോകുമ്പോ മുണ്ടുടുക്കല്ലെന്നും, മുണ്ടുടുത്താൽ മുണ്ട് മടക്കി കുത്തേണ്ടി വരുമെന്നും, അങ്ങനെ മുണ്ട് മടക്കി കുത്തിയാൽ നിങ്ങളുടെയൊക്കെ കാൽക്കീഴിലെ കാവിക്കോണകം കാണാമെന്ന് CPM-നോട് പറഞ്ഞത് CPI-ക്കാരാണ് എന്നുള്ളത് നമ്മളുടെ മുൻപിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്രമേൽ RSS-ഉം CPM-ഉം ഒന്നിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് നേരത്തെ ശ്രീ ബിനു ചുള്ളിയിൽ സൂചിപ്പിച്ചു. മാറാട് പോലും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്
വീണ്ടും ഒരിക്കൽ കൂടി ഈ നാടിനെ ഭിന്നിപ്പിക്കാനാണ്. അങ്ങനെ AK ബാലൻ എന്ന AK തൊഗാഡിയ ഈ നാട്ടിലെ തെരുവിലേക്ക് ഇറങ്ങി നമ്മളുടെ ഒരിക്കൽ കൂടി അങ്ങ് ഭിന്നിപ്പിക്കാമെന്ന് ശ്രമിച്ചാൽ AK ബാലനോടും CPM-നോടും പറയുന്നു, ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാറിന്റെ അച്ചാരം വാങ്ങിയ CPM-കാരന് സാധിക്കില്ല എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കാനാണ് അത് ഈ സമരകാഹളവുമായി നമ്മൾ കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഈ സമരകാഹളത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് തെരുവിലേക്ക് ഇറങ്ങാൻ, ഈ നാടിനെ വീണ്ടെടുക്കാൻ, നാടിന്റെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെ നമ്മൾക്ക് വീണ്ടും വീണ്ടും മുറുകെ പിടിക്കാൻ, മഹാത്മാഗാന്ധിയെ മാറ്റാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ വീണ്ടും വീണ്ടും ഗാന്ധിയെ ഓർമ്മപ്പെടുത്താൻ ഇത്രയും പ്രൗഢോജ്വലമായ റാലിയിലേക്ക് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റിനെ, സംസ്ഥാന കമ്മിറ്റിയെ, ജില്ലാ കമ്മിറ്റിയെ, മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ദേശീയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. ചുരുങ്ങിയ വാക്കുകളിൽ പ്രിയപ്പെട്ട ശ്രീ ജിൻഷാ ജിന്നാസ്. ഗാന്ധിയെ കൊന്ന RSS, നെഹ്റുവിനെ ആക്ഷേപിക്കുന്ന RSS, ഇന്ദിരയെ മോശമാക്കുന്ന RSS, രാഹുലിനെ കളിയാക്കുന്ന RSS, ചുക്കിച്ചുളിഞ്ഞ തൊക്കുമായി വിണ്ടുകീറിയ കാൽപാദങ്ങളുമായി ഇന്ത്യയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അവർ ചുട്ടുപൊള്ളുന്ന സ്പോൺസൂരിനെ തോൽപ്പിച്ചു കളഞ്ഞുകൊണ്ട് പണിയെടുക്കുമ്പോൾ അവരുടെ അന്നത്തിൽ മണ്ണ് വാരിയിടാൻ സംഘപരിവാറും BJP-യും തുനിഞ്ഞിറങ്ങുമ്പോൾ അവർക്ക് സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കാണേണ്ടി വരുമെന്ന് ഈ കോഴിക്കോട് കടപ്പുറത്തിന്റെ തീരത്ത് നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയിൽ സ്വർണം കട്ടവരെ ഇനി രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് അധികാരത്തിന്റെ അരമനയിൽ നിന്നും അധികാരത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് തള്ളിയിടാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളതെന്ന് ഈ സമര പോരാട്ടത്തിന്റെ ഭൂമിയിൽ ഉറക്കെ പറഞ്ഞുകൊണ്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക്, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമരാഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് യൂത്ത് കോൺഗ്രസ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അനൂപ് താജ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ സമരനായകൻ പ്രിയങ്കരനായ അധ്യക്ഷൻ OJ ജിനേഷ് അവർകൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീനിവാസ് ജി, പ്രിയപ്പെട്ട സിദ്ദീഖ, ഈ വേദിയിലുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ ഇന്ത്യ മഹാരാജ്യം കഴിഞ്ഞ 11 വർഷക്കാലമായി വർഗീയത മാത്രം മുന്നോട്ട് വെക്കുന്ന ഒരു സർക്കാരും ഈ കേരള സംസ്ഥാനം കഴിഞ്ഞ 9.5 വർഷക്കാലമായി അഴിമതിയും അക്രമവും മാത്രം മുന്നോട്ട് നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരും ഭരിക്കുകയാണ്. ഒരു നാണയത്തിന് 2 വർഷങ്ങളായി ഇവിടെ ഭരിക്കുന്ന 2 സർക്കാർക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളുടെ തുടർച്ചയായ ഭാഗമായാണ് സമരകാഹളം എന്ന പേരിൽ ഇവിടെ ഇത്രയും സംരംഭം ഇവിടെ കൂടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും വരും ദിവസങ്ങളിൽ ശക്തമായ പോരാട്ടങ്ങൾക്ക് പ്രിയപ്പെട്ട OJ ജിനേഷിന്റെ നേതൃത്വത്തിൽ, സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരാൻ